നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഐറ്റമാണ്. നിൽക്കട്ടെ, ഇതൊന്ന് എടുക്കട്ടെ ഞാൻ. കരള് നമ്മളിന്ന് ലിവർ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. നല്ല കിഡിലൻ ഒരു പോത്തിൻ്റെ ലിവറിങ് നമ്മൾ മേടിച്ചു. ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഐറ്റം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ലിവർ കട്ട് ചെയ്ത് ആദ്യം തന്നെ പരിപാടി തുടങ്ങാം. ഇത് 5 കിലോ ഉണ്ട് കേട്ടോ, 5 കിലോ. ഇത് നമുക്ക് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ സാധനം. 5 കിലോ ഉണ്ട്, 5 കിലോ. ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ, അതായത് ഇപ്പം നമ്മുടെ ഇറച്ചി വെട്ടുന്ന ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഒരു പോത്തിൻ്റെ കരൾ നമുക്ക് ഞായറാഴ്ച വേണം കേട്ടോ എന്ന് പറഞ്ഞു. എന്നാൽ പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞില്ല ഇത്രയും ഉണ്ടെന്നൊന്നും. ഞാനിതൊന്ന് മേടിക്കാൻ ചെന്നപ്പോൾ എൻ്റെ കണ്ണ് തള്ളി. 5 കിലോ ഉണ്ട്, 5 കിലോ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് വരട്ടി അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കരൾ വാഷ് ചെയ്തിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. മൊത്തം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തോട്ടെ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കാം. നമുക്ക് ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. അപ്പോൾ ഈ കഴുകിയെടുക്കാൻ നേരത്ത് ഒരു കുറച്ച് നാരങ്ങ നീരും കൂടി ഇതിൽ ആക്കിയാൽ ഇതിൻ്റെ ഒരു ഉളുമ്പ് മണമൊക്കെ ഉണ്ട്, അതങ്ങ് മാറിക്കോളും. നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരിയോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. ഇത് ചിലപ്പോൾ നമ്മൾ മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ മെയിനായിട്ട് ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഇറച്ചി കഴുകുന്ന പോലെ ഒരുപാട് ഇങ്ങനെ ഞെരടി കഴുകരുത്. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇതിലത്തെ ആ ബ്ലഡൊക്കെ പോകുന്ന പോലെ ഉണ്ടോ. അങ്ങനെ കഴുകിയിട്ട് നമുക്ക് ഒരു 3-4 പ്രാവശ്യം കഴുകണം. വെള്ളമൊക്കെ സ്ക്വീസ് ചെയ്ത് കളഞ്ഞിട്ട് വേണം. ലിവറൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല ബ്ലഡൊക്കെ പോയി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതായത് 3 പ്രാവശ്യം ഞാൻ കഴുകിയെടുത്തു. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, നല്ല പൊരിച്ചടിക്കാൻ സാധനം. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്, നന്നായിട്ട് തീ കത്തുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ ഉരുളി വെച്ച് പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. അപ്പോൾ ഉരുളിയിലോട്ട് പുല്ല് നിൽക്കണം. അപ്പോൾ ഉരുളിയിലോട്ട് കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഓയിൽ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. നമുക്കിപ്പം ലിവറൊക്കെ ചെയ്യേണ്ടത് എപ്പോഴും കോക്കനട്ട് ഓയിലാണ്. ഇതിപ്പോൾ ഒരു 5 കിലോ ഉള്ളത് കൊണ്ട് കുറച്ച് അധികം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പം വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞ് ചതച്ചെടുത്താണ്. ഒന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത്. ആഹാ, വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു മണം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറിയൊരു ചുവപ്പ് കളറായി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് ഇട്ട് വഴറ്റണ്ട. അതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഇതിനകത്ത് കിടന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് നമ്മൾ 2ആയിട്ട് കീറി വെച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളകും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ പച്ചമുളക്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. കാര്യം ലിവറിനകത്ത് അങ്ങനെ സവോളയൊന്നും ഇടാറില്ല, എന്നാലും ഒരു മസാല പോലെ ഉണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ സവോളയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള ഇട്ടൊന്ന് വഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആ ഒരു ലിവറിൻ്റെ ഇത് നമ്മൾ കണക്കാക്കി ലാസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം എന്താണല്ലോ ഇതിരിക്കട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ച കുരുമുളക് ചതച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയാണെങ്കിലും മതി, പച്ച കുരുമുളക് വേണമെന്നില്ല. അപ്പം ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് കുറച്ച് അധികമുണ്ട്, വേറെ എരിവിന് വേറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. ആഹാ, അതിട്ടൊന്ന് മൊത്തത്തിൽ ഈ നമ്മുടെ ലിവർ ഫ്രൈക്ക് ഏറ്റവും മെയിനായിട്ടുള്ളൊരു സാധനമാണ് കുരുമുളക് കേട്ടോ. കുരുമുളക് ഒട്ടും കുറയ്ക്കരുത്. നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കണം ഉറപ്പായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുരുമുളക് ഉണ്ടാവാറുണ്ട്, പറമ്പിൽ കുരുമുളക് ഉണ്ടാവാറുണ്ട്. അത് എല്ലാ പ്രാവശ്യവും വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി അമ്മ എടുത്തു വെക്കാറുണ്ട് ഉണക്കിയത്. അപ്പോൾ ഞാൻ ഈ പച്ചക്കുരുമുളക് ഇടുന്നതുകൊണ്ട് പറഞ്ഞതാണ്.
അപ്പോൾ ആ ഉണക്കിയ കുരുമുളക് വീട്ടിലെ ആവശ്യത്തിന് വെക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ കുക്കിങ്ങിന് എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും ഇത് വേണ്ടി വരുമെന്ന്. അതുകൊണ്ട് അതെല്ലാം കൊടുത്തു. നമുക്കിപ്പം ഇനി കുരുമുളക് ഉണ്ടായിട്ട് വേണം കുരുമുളക് പൊടിയൊക്കെ വീട്ടിലുണ്ടാവണമെങ്കിൽ. അതുകൊണ്ടാണ് ഈ പച്ച ജാസ്തി ഇട്ടത് കേട്ടോ. കുരുമുളക് പച്ച ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോടാ? ആ എണ്ണയിലൊക്കെ ഇങ്ങനെ പച്ച കളറായി. ഇതുണ്ടോ മൊത്തത്തിൽ ആ ഒരു ഇത് വന്നിട്ടുണ്ട് അല്ലേ, എയിമുണ്ട് സാധനം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇഞ്ചി ഏറ്റവും ലാസ്റ്റ് ഇടുന്ന ഇഞ്ചിയുടെ ഫ്ലേവർ പോകരുത്. നമ്മൾ ഒരുപാട് ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ പോകും. ഇഞ്ചിയുടെ ഫ്ലേവർ നമ്മുടെ കരളിന് എന്താണെങ്കിലും വേണം. അപ്പോൾ ലിവർ ഫ്രൈയിൽ ആ ഇഞ്ചിയുടെ ഫ്ലേവർ പോകാതിരിക്കാനാണ് ലാസ്റ്റ് ഇട്ടത് കേട്ടോ. ഒരുപാട് ഇട്ട് വഴറ്റണ്ട. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചല്ല, കുറച്ച് അധികം ഉണ്ട്. നമ്മുടെ ലിവറും കുറച്ച് അധികം ഉണ്ടല്ലോ, അപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ആ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി എന്താണെങ്കിലും ഇടണം കേട്ടോ. വേറെ ഏത് മസാല ഇട്ടില്ലെങ്കിലും മഞ്ഞൾപ്പൊടി ഒഴിവാക്കില്ല, പ്രത്യേകിച്ച് ലിവറിനൊക്കെ. മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കണ്ടോ ആ മസാലയുടെ കളർ തന്നെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ആ മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മുടെ കരളങ്ങോട്ട് തട്ടി കൊടുത്താലോ. നമ്മൾ കഴുകി കൊണ്ടുവച്ച ലിവർ ഇത് കണ്ടോ, വെള്ളമുണ്ട് കേട്ടോ ഇതിൽ. അപ്പം മാക്സിമം ആ വെള്ളം ഒഴിവാക്കി വേണം ഇതിലേക്ക് ഇടാൻ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മുടെ ലിവർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞാൽ വെള്ളം ഒട്ടും പാടില്ല. നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം ലിവർ ഇതിലേക്ക് ഇടാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. നമ്മൾ വാരി വെച്ചത് ഒരു ബൗളിലായതുകൊണ്ട് അതിനകത്ത് വെള്ളം കെട്ടി നിൽപ്പുണ്ട്. ഇതിങ്ങനെ നമുക്ക് പിഴിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഉണ്ടോ, നമ്മൾ ഈ കഴുകി വെച്ചോണ്ടേ ഇതിനകത്ത് വെള്ളമുണ്ട്. വെള്ളം ഒട്ടും പാടില്ല. നമ്മൾ ഫ്രൈ ആണല്ലോ അടിക്കണേ. ഫ്രൈ ആയതും നമ്മളൊരു മസാല കുറച്ച് കൂടുതൽ ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലിവറെല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി മിക്സാക്കാം. നമ്മുടെ മസാലയിലോട്ട് കറക്റ്റായിട്ട് ഈ ലിവർ അങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ ഇടയ്ക്കിങ്ങനെ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ അടി പിടിക്കാതേക്ക് എന്നിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കണം ഈ സാധനം. പുളിക്ക് അപ്പോൾ നമ്മൾ ഫുള്ള് പിഴിഞ്ഞിട്ടാണ് കേട്ടോ വെച്ചത്. ആ വെള്ളം മൊത്തം നമ്മൾ കളഞ്ഞിട്ടല്ലേ വെച്ചത്. ഇതിനകത്ത് ഇപ്പോൾ നോക്കി ഫുള്ള് വെള്ളമായി. ഇത് കണ്ടോ, ഈ വെള്ളമൊക്കെ വറ്റിച്ച് വേണം ഇനി ഫ്രൈ ആക്കി എടുക്കണം നമുക്ക്. പെട്ടെന്ന് വറ്റിക്കോളും, തീയുണ്ട്, നല്ല ചൂടുണ്ട്. കത്തുന്നുണ്ടല്ലോ അല്ലേ. തീയത്തേലെ വെള്ളം വറ്റും. വെള്ളം വറ്റിച്ചിട്ട് വേണം ഫ്രൈ ആക്കി. ഇതിപ്പോൾ ലിവർ കറി പോലെ ഉണ്ട്. വെള്ളം കിടക്കുന്ന വറ്റിച്ച് അപ്പോൾ നമ്മുടെ ലിവർ വെള്ളമൊക്കെ വറ്റി ഒരു എന്താ പറയുക, ഒരു ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഈ സാധനം. കണ്ടോ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടോ, വെള്ളമൊന്നുമില്ല, ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല ആവി പറക്കുന്ന ലിവർ ഫ്രൈ. അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല പക്കയായിട്ട് ഡ്രൈ ആയി അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പൊളി. ഇതപ്പോൾ നമുക്ക് എന്തായാലും അടുപ്പത്തു നിന്ന് അങ്ങ് വാങ്ങി വെക്കാം. ലിവർ ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പൊളിക്കും. നമുക്കിത് കഴിക്കണ്ടേന് നേരെ. അപ്പോൾ നമുക്ക് പോയി കഴിച്ചേക്കാം. അപ്പോൾ നമ്മൾ ലിവർ ഫ്രൈ ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ലിവർ ഫ്രൈയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടി പൊറോട്ടയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ ഇടാതിരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി ടേബിളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ടേബിൾ ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് പൊറോട്ടയുടെ റെസിപ്പി ഉടനെ ചെയ്യുമല്ലേടാ? പിന്നെ നമ്മൾ എന്തായാലും ചെയ്യും. സാധനം സെറ്റാക്കി നമ്മൾ ചെയ്യും. അടിപൊളിയായിട്ട്. ഇത് കണ്ടോ, ഹെവി സാധനമാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിക്കാത്തതാണ്, അടിച്ചിട്ടും സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ എടുത്ത് തമ്മനയിലായിട്ട് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇത് കഴിക്കാം നമുക്ക്. ലിവർ ഫ്രൈയും പൊറോട്ടയും കൂടെ ആണ് നമ്മൾ പിടയ്ക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ മണ്ടയിലേക്ക് ലിവർ ഫ്രൈ കോരിയിടാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ആ ലിവർ എടുത്ത് കഴിക്കാം കേട്ടോ. നമുക്ക് കണ്ടോ, ഒരു മൊത്തത്തിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സാധനമല്ല, സെറ്റാക്കിയിട്ടാണ് ഇതാക്കിയേക്കുന്നത്. കഴിക്കാമല്ലോ നമുക്ക്. ലിവർ എനിക്ക് അല്ലെങ്കിൽ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. സാധനം പൊളിയുണ്ട്. നമുക്ക് നമ്മുടെ പൊറോട്ടയും കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ ലിവറും പൊറോട്ടയും ഭയങ്കര കോമ്പിനേഷനാണ്. ഒരു പീസ് പൊറോട്ട ഉണ്ടോ, നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്, നല്ല ലെയറൊക്കെ ആയിട്ട്. ഈ ഒരു പീസ് പൊറോട്ടയിലോട്ട് നമുക്ക് കുറച്ചധികം വയ്ക്കാൻ ലിവർ ഉണ്ടോ, ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. എൻ്റെ മോനെ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇപ്പം നമ്മൾ വീണ്ടും പറയാന്ന് പറഞ്ഞാൽ വേറൊരു വാക്കില്ല. എന്താ പറയുക, വേറെ ഇപ്പം ഒന്ന് അടിപൊളിയാണ് അല്ലെങ്കിൽ സൂപ്പറാണെന്ന് നമ്മൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ചുമ്മാ തള്ളുകയാണെന്നാണ്. ഇത്രയും ലിവറൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ഒരു രീതിയിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെസിപ്പിയൊന്നും അല്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ഇടുക കേട്ടോ. അത്രയ്ക്ക് സൂപ്പറാണ് സാധനം. എടാ വാ, കഴിച്ചു നോക്കില്ല നീ? ഞാൻ കഴിക്കുന്നുണ്ട്. എന്നാ വാ, നമുക്ക് പൊറോട്ട എടുത്തിട്ട് ഇതൊന്ന് കൂട്ടി. പ്രഹസനമാണ് കേട്ടോ. ഇപ്പോൾ കുറേ പൊറോട്ട ഇതൊക്കെ കഴിച്ചതാണ്. എന്നാലും അങ്ങനെ പറയണ്ടേ. നമുക്ക് കഴിച്ചു നോക്കാം. പൊറോട്ട എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം കേട്ടോ. ഈ പൊറോട്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളെന്താണല്ലോ അടുത്ത ഇതിൽ ചെയ്യുന്നതായിരിക്കും. അടുത്ത മീൻസ് നെക്സ്റ്റ് എപ്പിസോഡല്ല, എന്താണ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം ആ ടേബിളൊക്കെ ഒന്ന് റെഡി ആക്കണം. പൊറോട്ട അടിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ടാണ് കേട്ടോ, വീട്ടിൽ ചെയ്യേണ്ടതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. നല്ല മുട്ടക്കാട്ടം വലിയ പൊറോട്ടയാണിത്, ഗുമ്മ സാധനമാണ്. പിന്നെ അല്ല, ഇത് മൊത്തം കഴിക്കുമോ നീ? അല്ല, അപ്പം ഇതിൻ്റെ അഭിപ്രായം പറയട്ടെ. ഇതിൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല. അഭിപ്രായം പറ. നീ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഇമ്മാരി തീറ്റ നിന്നിട്ട് ഇതിൻ്റെ ഗ്രേവി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മറ്റേ കൊള്ളില്ല എന്നല്ല കേട്ടോ, ഗ്രേവിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ടയുടെ ഒപ്പം കഴിക്കുമ്പോഴില്ലേ പക്കാ സാധനം, നല്ല ടേസ്റ്റ്, കറക്റ്റ് ഒരു പൊറോട്ടയായിട്ട് കോമ്പിനേഷൻ ആണ്. എനിക്ക് ലിവർ നല്ല ഇഷ്ടമാണ് കേട്ടോ, അല്ലാതെ തന്നെ ചെടുക്കുന്ന സാധനം, നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പൊറോട്ടയും അതുപോലെ തന്നെ നമ്മുടെ ലിവർ ഫ്രൈയും കാണിച്ചു കൊടുക്കുക. ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ അടുത്ത നല്ല കിടിലം വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ആ ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ആക്കിയിടേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്.